കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസ് CBIക്ക് കൈമാറണമെന്ന് കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് മാമിയുടെ സഹോദരനും സഹോദരിയും 24-നോട് പറഞ്ഞു. മറ്റു കേസുകളെ പോലെ സത്യം കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പിന് ആർജവമില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. ആഗസ്റ്റ് 21 മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നിന്നും കാണാതാകുന്നത്. ആദ്യം നടക്കാവ് പോലീസും പിന്നീട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പ് പോലും കണ്ടെത്താനായില്ല. ഒടുവിൽ കോടതി ഇടപെടലിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 4 മാസമായി നടക്കുന്ന അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് തേച്ചുമാച്ച് കളയാൻ ഉന്നത ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന സംശയത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. 3 മാസത്തോളമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്സ്, വിവരങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തായി, എന്തെങ്കിലും ലീഡിൽ അവരെത്തിയോ എന്നുള്ളത് നമ്മളോടൊന്നും ഡിസ്ക്ലോസ് ചെയ്തില്ല. അതിൻ്റെ ഒരു ആശങ്കയും ആദ്യമൊക്കെ നമുക്കുണ്ട്. ആദ്യഘട്ടങ്ങളിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ആരാണ് ഇതിൽ ഇടപെട്ടതെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും. CBI അന്വേഷണത്തിലാണ് കുടുംബത്തിന്റെ ഇനിയുള്ള പ്രതീക്ഷ. ഹൈക്കോടതിയിൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർ നടപടിക്കായി വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. CBI അന്വേഷണത്തിന് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അത്രത്തോളം അവരെയും ബ്ലോക്ക് ചെയ്യപ്പെടാൻ ചാൻസുകളുണ്ട്. അത് ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. CBIക്ക് പോലുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ കോടതി കൊടുത്തിട്ടുണ്ട്. അതിന് ടൈം കൊടുത്താണ് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം തലവനായ SP S ശശിധരൻ കേസ് CBIക്ക് കൈമാറണമെന്ന് നേരത്തെ DGP അറിയിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കടുത്ത അതൃപ്തരാണ് കുടുംബം. കേസ് CBI ഏറ്റെടുത്താൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകുമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.